അമ്മ അമ്മോനോട് കാണൂലേ? ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങാം. ആ, ദാസ് വരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എന്താ രഘു? അല്ല, ഉച്ചയ്ക്ക് മിക്കവാറും എനിക്ക് വരാൻ പറ്റില്ല. ഈ കമ്പനി പോയി തുടങ്ങിയപ്പോഴാ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറി നിന്നതിൻ്റെ കുഴപ്പം മനസ്സിലാവുന്നത്. പിന്നെ ദാസങ്ങളെ ശ്രദ്ധിക്കുന്നതിലൊരു പരിധിയില്ലേ? പല ഏരിയയിലും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാം. എന്തായാലും കുറച്ച് ദിവസമെങ്കിലും കർശനമായ നിലപാടിൽ മുന്നോട്ട് പോയാലേ കുറച്ചെങ്കിലും നേരെയാക്കി എടുക്കാൻ പറ്റൂ. ഇപ്പോഴെങ്കിലും നിനക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയല്ലോ, നല്ല കാര്യം. പിന്നെ കുടുംബമായാലും സ്ഥാപനമായാലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ തെറ്റിയ അവിടെ അച്ചടക്കം ഇല്ലാതാവും. അതിൽ നിന്നാണ് എല്ലാ തകർച്ചകളും തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അച്ചടക്കം പാലിച്ചാൽ മതി. നമ്മുടെ ചുറ്റുമുള്ളവരും അത് പാലിക്കാൻ തുടങ്ങും. കുറച്ചുകാലം എനിക്ക് എന്നെ തന്നെ കൈവിട്ട് പോയെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ അമ്മ. ഒരു വലിയ വീഴ്ചയിൽ നിന്ന് കരകയറി വന്നുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ല കരുതലോടെ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ. ഇനി എന്റെ തെറ്റുകൊണ്ട് എനിക്കൊരു വീഴ്ച ഉണ്ടാവില്ലെന്ന് ഞാൻ അമ്മാവന് ഉറപ്പ് തരാം. നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ വിശ്വാസമുണ്ട്. പക്ഷേ ബിസിനസ് അല്ലേ, ശത്രുക്കളെ വീഴ്ത്താൻ ശ്രമിക്കും. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോവാൻ. ലച്ചുമോള് റെഡിയാ. ദേ ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിന് നഴ്സറിയിൽ എത്താം. ആയിക്കോട്ടെ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാം അല്ലേ മോളെ? നേഴ്സറിയിലേക്ക് കുറച്ച് താമസിച്ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല. നോക്കേ, മോളെ കൊണ്ട് ഓവർ സ്പീഡിലൊന്നും പോണ്ട രഘു, കേട്ടല്ലോ? ഞാൻ സൂക്ഷിച്ചു പോവും. ലച്ചുമോള് മുത്തച്ഛനോട് നഴ്സറി പോവാന്ന് പറ. ഓ, മോള് നഴ്സറിയിലേക്ക് പോയി നല്ല കുട്ടിയായിട്ട് പഠിച്ചു മിടുക്കുകയാണോ കേട്ടോ. മുത്തച്ഛനൊരു ഉമ്മ തന്നെ. പോയിട്ട് വാട്ടോ, നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. എന്നാ ശരി രഘു, നിങ്ങൾ ഇറങ്ങാൻ നോക്കൂ. വൈകിട്ട് മോളെ രഘു തന്നെയാണോ കൂട്ടിക്കൊണ്ടുവരുന്നത്? അല്ലച്ചാ, മോളെ കൂട്ടാൻ ഞാനാ പോകുന്നേ. അപ്പോഴേക്ക് അച്ഛന് ഊണൊക്കെ റെഡിയാക്കി തന്നിട്ട് പോവാൻ ടൈം ഉണ്ടല്ലോ. ശരി, എന്നാ നിങ്ങൾ പോയിട്ട് വാ. ശരി രഘുട്ട, ബാഗ് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോണ്ടേ? നല്ല ഭംഗിയുണ്ടല്ലോ മുടിയൊക്കെ കെട്ടിട്ട്. മഴന്നരുത്. ബൈ 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 ബൈ, സി യു. പോവാം. വാ. ഓടി കളിച്ചോളെ. ഇനിയും വരുന്നുണ്ടല്ലോ രഘുട്ട. ഇവനെന്തായിരിക്കും രാവിലെ തന്നെ? കമ്പനിയിലേക്കാണോ? ലച്ചുമോളെ നഴ്സറി വിട്ടിട്ട് അതുവഴി കമ്പനിയിലേക്ക് പോകും. നീ എന്താ മക്കളുമായിട്ട്? അല്ല, ഇതെന്താ രണ്ടാക്കൊരു ക്ഷീണം പോലെ? അമ്മ പോയതിന്റെ ആണോ? അമ്മ പോയതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. അവൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവരെന്റെ കൂടെ ആയിരുന്നല്ലോ. അല്ല, നീ ഇവരെ കൊണ്ട് ചുമ്മാ ഇറങ്ങിയതാണോ? അല്ല രഘുട്ടാ, ഇവർക്ക് നല്ല സുഖമില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അതെന്തു പറ്റി? കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല രഘുട്ടാ, രഘുട്ടൻ പോയിക്കോ. അമ്പിളി ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അച്ഛനുണ്ട്. രഘുട്ടൻ ലേറ്റ് ആക്കണ്ട. മോളെ സമയത്തിന് നഴ്സറി വിടണേ. പിന്നെ കാണാം. ആയിക്കോട്ടെ. ലച്ചുമോളെ, ലച്ചുമോളെ പോയിട്ട് വാ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. അവള് പഠിക്കാൻ പോവാ. ശരി, പോയിട്ട് എന്തായാലും ഇതുവഴി വരാൻ പറ്റിയത് നന്നായി.
അച്ഛനൊന്ന് കണ്ടിട്ട് പോവാലോ. വാ വിനയ, വാ വാ. വാ മോളെ. ഏയ് അയ്യോ അതിലും കയറുവാണോ? ഞാൻ എടുക്കാം. വാ 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 വാ. അമ്മ ആ മുത്തച്ഛനെ കണ്ടിട്ട് പോവാട്ടോ. വാ 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 വാ. ആ ഏയ്, ആ മോള് ഇവിടെ ഇരിക്കട്ടോ. അവിടെ ഇരിക്കട്ടോ. എന്താ നിങ്ങക്ക് കുടിക്കാൻ വേണ്ടത്? ആ. വലിയ പാലെടുത്തോണ്ട് വരാട്ടോ. അമ്പളി ചേച്ചി, ആദ്യം ഇവർക്ക് മരുന്ന് കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളം കിട്ടിയിരുന്നത് നന്നായിരുന്നു. ആ, ഞാൻ എടുത്തിട്ട് വരാം. ആ ഇരിക്കും മോളെ, അവിടെ ഇരിക്ക്. അമ്പിളി, ഓ. ആരാ? മുത്തച്ഛനെ കാണില്ലേ? അച്ഛ, വിനയൻ ആർച്ചമോളെയും ഭദ്രമോളെയും കൊണ്ട് വന്നതാ. ആഹാ, മക്കളെ. ഇതാ വിനയ, എന്തു പറ്റി? മുത്തച്ഛൻ വന്നല്ലോ. എന്തിനാ വാവ കരയണേ? കരയല്ലേ? ഓ ഓ ഓ, യ്യോ, ഓ. എന്തു പറ്റി? രണ്ടു പേർക്ക് നല്ല പനിയുണ്ട്. പനിയോ? ഞാനിവരെ ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. ആണോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ ഇപ്പൊ കുറവൊന്നുമില്ല അച്ഛാ. ഓ, വാ 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 വാ. മോളെ മുത്തച്ഛൻ മുത്തശ്ശിയുടെ പൊന്നു വാ. ഇരിക്കാൻ വാ, വാ, വാ. ചെറിയ ചൂടുണ്ടല്ലോ ആ ഇവൾക്ക്. അതെ അതെ. ഡോക്ടർ എന്താ പറഞ്ഞു വിനയ? ഡോക്ടർ 3 നേരത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് അച്ഛാ. അയ്യോ, നാട്ടില് മുഴുവൻ ഭയങ്കര പനിയല്ലേ, അപ്പൊ നമ്മള് നല്ലോണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഹാ. ഇവർക്ക് ഒരേ വാശിയാ. അതെ അതെ, അറിയാം വിനയ. വിനയൻ ഒറ്റയ്ക്കായിരുന്നോ ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്? ശ്ശെ, ഓ, 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 കരയല്ലേ? ഓ, ഓ, ഓ. അപ്പൊ ഞാനെന്ത് നല്ല കരച്ചിലാ. ചെയ്യാനാ? വിനയനൊന്നും നിർത്തേ. മോള് വന്നേ. വാ വാ, ഞാൻ കൊണ്ടുപോയി കിടത്താലോ. വാ 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 വാ. ആ അമ്പിളി ചേച്ചി, ആ ഞാനിവിടെ മുറി കിടത്തോണേ. ആ ആ, കിടത്തിക്കോ വിനയ. ആ ഭയങ്കര വാശി. വാ മോളെ, വാ 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 വാ. ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോ കേട്ടോ. അവിടെ കിടക്കണേ. ആ ആ ചേച്ചി, ഇവിടെ കിടത്തിട്ടുണ്ടേ, മരുന്ന് കൊടുത്താ മതി. ആ ആ വിനയ, എന്നാലും നീ ഒറ്റയ്ക്കാണോ ഇവരെ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ലതികം വന്നില്ലേ? അമ്മ വന്നാ വിജയമോന്റെ കാര്യം ആരും നോക്കച്ച. പിന്നെ വീട്ടിലെ ജോലിയെല്ലാം അമ്മ തന്നെ നോക്കണ്ടേ. അല്ല വിനയ, ഇവര് ഗുളിക കഴിക്കോ? വെള്ളത്തില് പൊടിച്ചു ചേർത്ത് കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ആവുമ്പോ അവര് കഴിച്ചോളൂ. രണ്ടുപേർക്കും ഒരു മരുന്ന് തന്നെയാണോ? ആ അതെ. ഈ ഗുളികയുടെ ഒരു പകുതി ഒരാൾക്ക്, ഒരു ഗുളിക മുഴുവൻ പൊടിച്ചു ചേർത്താ 2 പേർക്ക് പകുതി കൊടുത്താൽ മതി.